യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്കൊരു വലിയ നന്മയ്ക്കും സൗഖ്യത്തിനും കാരണമാകുന്ന ഒരു വചനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിഴലിച്ചു നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനിടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറുന്ന അനുഭവം തന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും അവർ കൊടുക്കുന്ന വിലയും താല്പര്യവും എല്ലാം സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയോ ആഗ്രഹത്തോടെയാണ്, എത്രയോ കൊതിയോടെയാണ്, എത്രയോ പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും ദൈവവചനം ഈ പ്രിയപ്പെട്ടവർ കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്. ആ വചനത്തിൻ്റെ ശക്തിയും ആ വചനത്തിൻ്റെ അനുഗ്രഹവും ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും വെളിപ്പെടുത്തണമേ. ഒരു സാക്ഷ്യമായി മാറത്തക്ക വിധം ഓരോ വചനങ്ങളും ഓരോ വ്യക്തികളിലും കുടുംബത്തിലും അത്ഭുതം ചെയ്യുന്ന അനുഭവങ്ങളെ കൊടുക്കണമേ. ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാണ്. ഈ വചനത്തെ നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയുമാണ്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് വായിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 43-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗം. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ നേരെ മറുസൈഡ് എന്താണ്? ആരാണോ ദൈവത്തോട് ചേർന്നു നിൽക്കുന്നത് അവരുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. ശരിക്കും ഓരോ ദിവസവും ദൈവവചനം വിശ്വാസത്തോടെ